അസമിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞിരിക്കുന്നു. ഭട്ടദ്രവ സത്രം സന്ദർശിക്കാനെത്തിയപ്പോഴാണ് തടഞ്ഞത്. ബലം പ്രയോഗിച്ച സന്ദർശനം നടത്തില്ല എന്ന് രാഹുൽ വ്യക്തമാക്കി. രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് ഭട്ടദ്രവ സത്രം സന്ദർശിക്കുന്നതിന് അസം സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. രാഹുലിന്റെ പ്രതികരണം ആദ്യം കാണാം. Now government and Modi ji will decide मंदिर कौन जा सकता है, कब जा सकता है और कब नहीं जा सकता है। 11 तारीख को हमें इनविटेशन मिला था, शायद आज सिर्फ एक व्यक्ति मंदिर में जा सकता है। കാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ ക്ഷണം ലഭിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് കാരണം പറഞ്ഞാണ് ഇപ്പോൾ തടയുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ ഇന്നലെ മുതൽ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുലിനോട് 3 മണിക്ക് ശേഷം മാത്രമേ അതിന് അനുമതി നൽകൂ എന്ന് അറിയിച്ചു. പ്രധാനമായും അതിനൊരു കാരണമായി അവർ പറഞ്ഞത് ഈ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഭക്തർ എത്തും. രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ള സാഹചര്യത്തിൽ അത് മറ്റുള്ളവരെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യത്തെ ബാധിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ രാവിലെ ഈ സത്രം സന്ദർശിക്കാൻ വേണ്ടി എത്തി. പക്ഷേ അവിടെ വെച്ച് ഉദ്യോഗസ്ഥർ രാഹുലിനെ തടയുകയാണ് ചെയ്തത്. അതേസമയം ഇതിൽ രാഹുൽ ഗാന്ധി അവിടെ വ്യക്തമാക്കിയത് തനിക്ക് മുൻകൂട്ടി ഇങ്ങോട്ട് ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ എത്തിയപ്പോൾ തന്നെ അകത്തേക്ക് വിടുന്നില്ല എന്നാണ് ഒരു നിലപാടായി പറയുന്നത്. പക്ഷേ താൻ നിർബന്ധിച്ച് അകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്തുകൊണ്ടാണ് അകത്തേക്ക് വിടാത്തത് എന്നതിന്റെ കാരണം വ്യക്തമാക്കുന്നില്ല എന്നും കോൺഗ്രസ് ഇതിൽ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഇന്നലെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ ഭട്ടദ്രവ സത്രം സന്ദർശിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ആളുകൾ വരുന്നതാണ്, അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായി സന്ദർശിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് ക്ഷണം ഉണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ എത്തിയത് എന്നുള്ളതാണ്. എന്താണെങ്കിലും നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ അവിടെ തടഞ്ഞേക്കുകയാണ്. അവിടെയാണ് നേതാക്കൾ ഉള്ളത്. അവർ അകത്തേക്ക് പോയിട്ടില്ല, അപ്പോൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അസാമിൽ ഈ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് BJP വാദപ്രതിവാദങ്ങൾ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ നേരിയ തോന്നി സംഘർഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയ രാഹുൽ ഗാന്ധിയെ തടയുന്നതിനെ കുറിച്ച് സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഈ യാത്രയെ കൂടുതൽ വലിയ വാർത്താ പ്രാധാന്യ യാത്രയ്ക്ക് ഇതുവഴി ലഭിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എന്തായിരിക്കും മുന്നോട്ടുള്ള നീക്കം എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഏതായാലും ക്ഷണം ലഭിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. തടയുന്നതിന് പറഞ്ഞ ന്യായം. അതെ അതെ, ധാരാളം പേർ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാക്കും എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാവുകയാണ്. അങ്ങനെയും കൂടിയുണ്ട്.